ഹലോ, ഞാൻ ഉള്ളി ഈത്തപ്പഴം ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒന്നിട്ടിട്ട് ഉള്ളത്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളി ലേഹ്യം കിട്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. ഇതറിയാത്തവർ ഇത് നോക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കിലോ ഈത്തപ്പഴം, 1 കിലോ ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/4 കിലോ വെളുത്തുള്ളി, കുറച്ച് പശുവിൻ നെയ്യ്. ആദ്യം ഈത്തപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് കഴുകി വയ്ക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് നെയ്യൊഴിച്ച് വഴറ്റി വയ്ക്കുക. അതുപോലെ ഈത്തപ്പഴവും കുറച്ച് നെയ്യൊഴിച്ച് വഴറ്റി വയ്ക്കുക. ഒരു തേങ്ങയുടെ പാലെടുത്ത് ഈ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്കും ഈത്തപ്പഴത്തിലേക്കും ഒഴിക്കുക. ഇത് മൂന്നും ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഈ തേങ്ങാപ്പാലൊഴിച്ച് ഈത്തപ്പഴവും ഉള്ളിയും ഈ കുക്കറിലിട്ട് ഒരു 3 വിസിൽ കൊടുക്കുക. വല്ലാണ്ട് നല്ല വേവണ്ട, കുറച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതിനെ നമ്മൾ വേറൊരു ഉരുളിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്രൈയിങ് പാനിലേക്കോ മാറ്റി വയ്ക്കുക. ഞാൻ ഗ്യാസിൽ വെച്ച് ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിനെ വഴറ്റിയെടുത്തത്. ഇത് അടുപ്പിൽ വെച്ചിട്ട് ഉരുളിയിൽ വെച്ചിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. ഇത് ഒരു 45 മിനിറ്റ് വഴറ്റുക. നന്നായി ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് ആ തേങ്ങാപ്പാലിലുള്ള ആ വെള്ളം എല്ലാം കംപ്ലീറ്റ് പോകുന്നവരെ ഇതിങ്ങനെ ഒട്ടാത്ത തരത്തിൽ ഫ്രൈയിങ് പാനിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടുമ്പോൾ ഒട്ടരുത്, ആ തരത്തിൽ ഇതിനെ വഴറ്റിയെടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ പുറത്ത് വയ്ക്കാം. ഒരു 2 മാസത്തോളം ഇത് പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായതാണ് കേട്ടോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 1 ടീസ്പൂൺ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസം വളരെ ഉന്മേഷമാവും. വളരെ നല്ലതുമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, പഠനത്തിന് അതുപോലെ ബ്ലഡ് ശുദ്ധീകരിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.